ഒരു കൂട്ടം ഫാസിസ്റ്റുകളുടെ ആക്രമണത്തിന് നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ജനത, അതാണ് പാലസ്തീൻ ജനത. നാം ജീവിക്കുന്ന കാലത്തെ ലോകത്തിന്റെ ഹൃദയത്തിനേറ്റ ഒരു മുറിവ് എന്നാണ് പാലസ്തീനെ നമ്മൾ നിർവചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോൾ പാലസ്തീനിലെ കലാകാരന്മാരും കലാകാരികളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കലാകാരർ എന്ന് ഞാൻ പറഞ്ഞത്. അവരുടെ സൃഷ്ടികളാണ് ഇവിടെയുള്ളത്. പാലസ്തീൻ ജനത മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്, തങ്ങളുടെ അന്ത്യം മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് മാത്രം കിട്ടാവുന്ന ഒരു പേരാണ് ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ എന്നത്. അപ്പൊ ഇനിയും കൊല ചെയ്യപ്പെട്ടിട്ടില്ലാത്ത നമ്മൾ, അങ്ങനെയുള്ളവർ വരച്ചതാണ്. പാലസ്തീനിലെ ഇനിയും വധിക്കപ്പെടാതെ അവശേഷിക്കുന്ന കലാകാരർ രചിച്ച ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത്. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, സംസാരിക്കേണ്ട ഒരു സന്ദർഭമാണോ ഇത്? മരണം ചെതറിക്കിടക്കുന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് നിശബ്ദത പാലിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ അല്ല, നമ്മൾ ശബ്ദിക്കണം, നമ്മൾ പ്രതിഷേധിക്കണം. ആ പ്രതിഷേധത്തിന്റെ ഒരു രൂപമാണ് ഒരുപക്ഷെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ പ്രഥമ എഡിഷനാണിത്. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ പ്രഥമ എഡിഷനിൽ നടക്കുന്ന ഏറ്റവും അർത്ഥഗംഭീരമായ ഒരു പ്രവർത്തനമായി ഈ പ്രദർശനത്തെ ഞാൻ കാണുകയാണ്. അതിന് മുൻകൈയെടുത്ത മുരളി ചീരോത്തിനെയും ഇതിൽ സഹകരിച്ച, ഇത് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള അമിത് മുഖോപാധ്യായ, ഞാൻ ചോദിച്ചു, ഒരുപക്ഷെ ഞാൻ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെട്ടിരിക്കാൻ ഇടയുള്ള അമിത് തന്നെ ആണോ എന്ന് ഞാൻ മുരളിയോട് ചോദിച്ചു. മുരളി പറഞ്ഞു അതെ, അദ്ദേഹം ഇപ്പൊ ഇന്ന് യൂറോപ്പിലാണുള്ളത്. അപ്പൊ ഒരുപാട് സായാഹ്നങ്ങൾ ഡൽഹിയിലെ പല സാംസ്കാരിക പരിപാടികളും ഒരുമിച്ച് ആസ്വദിക്കാൻ എൻ്റെ സഹാബ് എന്നോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഈ അമിത് മുഖോപാധ്യായ. ബംഗാളിയാണ്. സ്വാമി ബംഗ്ലാ ബോൾത്തെ പരിന എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ സംഭാഷണം തുടങ്ങുക. അപ്പോൾ ആ പ്രതിഭാശാലിയായ കലാവിഷ്കർത്താവിൻ്റെ ഒരു ക്യൂറേറ്റോറിയൽ സക്സസ് ആണ്, വിജയമാണ് ഈ പ്രദർശനം. അപ്പം ബംഗാളുമായും ലോക കലയുമായും നമ്മളൊരു ഹൃദയബന്ധം സ്ഥാപിക്കുകയാണ്, രക്തബന്ധം സ്ഥാപിക്കുകയാണ്. ഈ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാലസ്തീൻ കലാകാരരുടെ ഈ പ്രദർശനത്തിലൂടെ. ഇത്രയും പറഞ്ഞതുകൊണ്ട് പാലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ വ്യത്യസ്ത സാന്നിധ്യങ്ങൾ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് സുധൻവ ദേശ്പാണ്ഡെയും ജനനാട്യമഞ്ചും അവരുടെ പരിപാടി ഇന്നലെ അവതരിപ്പിച്ചു. അവർ പാലസ്തീനിൽ ഇന്നത്തേതുപോലുള്ള വംശഹത്യ അവിടെ അതേ തോതിൽ വ്യാപിക്കാതിരുന്ന കാലത്ത് ഫ്രീഡം തിയേറ്റർ, പാലസ്തീനിലെ ഫ്രീഡം തിയേറ്ററുമായി സഹകരിച്ചുകൊണ്ട് പാലസ്തീനിൽ പോയി തിയേറ്റർ പ്രൊഡക്ഷൻ നടത്തിയവരാണ് ജനനാട്യമഞ്ച്, സഫ്ദർ ഹാഷ്മിയുടെ നാടക സംഘം. അവരിവിടെ വന്നിരിക്കുന്നു. അപ്പം പല തലങ്ങളിലുള്ള ബന്ധമാണ് ഒരേ ആശയത്തിനോടൊപ്പം. ആ ആശയം എന്താണ്? മനുഷ്യരെല്ലാം തുല്യരാണ്. ഇന്ന് തുല്യരായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ ആത്യന്തികമായി മനുഷ്യർ തുല്യരായിട്ട് ജീവിക്കണം. ഏത് ഭാഷ സംസാരിക്കുന്നവർ, ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്നവരായാലും, ഏത് മതത്തിൽപ്പെട്ടവരായാലും എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം. എന്നാൽ ചില ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ ഈ മനോഹരമായ ലോകത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, രക്തപങ്കിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അവസാനം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം ഒരു സാംസ്കാരിക സമരം കൂടിയാണ് എന്ന് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മളിവിടെ കാണുന്നത്. സ്പാനിഷ് സിവിൽ വാർ നടക്കുമ്പോൾ അവിടെ ഫാസിസ്റ്റുകൾ നടത്തിയ അരിങ്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എക്കാലത്തെയും ലോകത്തെ വലിയൊരു കലാകാരൻ പാബ്ലോ പിക്കാസോ, അദ്ദേഹത്തിന്റെ രചനയാണ് ഗോർണിക്ക. അദ്ദേഹത്തിന്റെ രചനയിരുന്ന സ്റ്റുഡിയോയിലേക്ക് ചെന്നിട്ട് ഫാസിസ്റ്റ് സൈനികർ അട്ടഹസിച്ചു,
യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിത്രം കാണിച്ചുകൊണ്ട്. അപ്പോൾ പിക്കാസോ അവിടെ ഉണ്ടായിരുന്നു. പിക്കാസോ പറഞ്ഞു, നോ, ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ്, യു ഡിഡ് ഇറ്റ്. അത് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഒരു ക്യാൻവാസ് കണ്ടപ്പോൾ ഞങ്ങൾ ആ കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിക്കാസോയെ ഓർത്തു. ഗോർണിക്കയുടെ ഒരു സ്വാധീനം അവിടെയുണ്ട്. അത്തരം സ്വാധീനത്തിൽ ഒരു ദോഷവുമില്ല. ലോകത്തെ എല്ലാ കലകളും പരസ്പരം സ്വാധീനിക്കപ്പെട്ടതാണ്. മുമ്പുണ്ടായ കലയുടെ ചുമലിൽ ചവിട്ടിയാണ് പുതിയ കല ഉയർന്നു വരുന്നത്. മുമ്പുണ്ടായ ശാസ്ത്രത്തിന്റെ ചുമലിൽ നിന്നിട്ടാണ് പുതിയ ശാസ്ത്രം വളർന്നു വരുന്നത്, സാഹിത്യം വളർന്നു വരുന്നത്. അത് കാർബൺ പതിപ്പാകുമ്പോഴാണ് പ്രശ്നം. ഒന്നിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടൊരു ആവിഷ്കാരമാവാം. അത് കണ്ടു. അത് സുബയ്യ ഹയ്യ വരച്ചതാണെന്ന് തോന്നുന്നു. ആ സഹോദരിയുടെ ഒന്നിലധികം വർക്കുകൾ ഇവിടെയുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ച് പറയാൻ പ്രതിഭാശാലികളായ കലാകാരനും നിരൂപകരും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ പാടില്ല. ഒരു അൺഇനിഷ്യേറ്റഡ് കലാസ്വാദകനാണ് ഞാൻ. വേണ്ടത്ര കലാസ്വാദന പരിചയമില്ലാത്ത, പരിശീലനമില്ലാത്ത ഒരു കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയുള്ള എന്നെപ്പോലുള്ള അജ്ഞാനികൾക്കും നിഷ്കളങ്കർക്കും പോലും ആസ്വാദ്യമായിട്ടുള്ള, നമ്മുടെ ചിന്തയെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമ്മളുടെ ധമനികളിലൂടെ രോഷാഗ്നി പ്രവഹിപ്പിക്കുന്ന രചനകൾ ഇവിടെ കണ്ടു. കലാകാരർക്കും ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ സംഘാടകരായിട്ട് ഇവിടെ ഉള്ളവർക്കും വിശേഷിച്ച് ലളിതകലാ അക്കാദമിക്കും മുരളി ജീരോത്തിനും അഭിനന്ദനങ്ങൾ. പാലസ്തീൻ എക്സിബിഷൻ അമിത് മുഖോപാധ്യായ എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ക്യൂറേറ്ററാണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതാണ്ട് 100ഓളം ആർട്ടിസ്റ്റുകളുടെ വർക്കാണ് നമ്മൾ കൺസീവ് ചെയ്തെങ്കിലും സ്ഥലപരിമിതി മൂലം ഒരു 7 ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ, 15ഓളം വർക്കുകളും കുറച്ച് പോസ്റ്ററുകളുമാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ റെസിസ്റ്റൻസിൽ പാലസ്തീൻ ഷോ വളരെ പ്രൊമിനൻ്റായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കൾച്ചറൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു അംശമാണ് പാലസ്തീൻ ഷോ എന്ന്. വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, രാഷ്ട്രീയമായിട്ട് അടിച്ചമർത്തപ്പെട്ട, വളരെ മൈനോറേറ്റൈസ് ചെയ്യപ്പെട്ട ഒരു ജനതയുടെ റെസിസ്റ്റൻസായിട്ട് കലാകാരന്മാർ ഒത്തുകൂടിയിട്ടുള്ള അത്തരമൊരു ഷോയാണിത്. കലയെന്നും മുന്നോട്ട് വയ്ക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു ശബ്ദമാണെന്നുള്ളത് ഇതിലൂടെ തെളിയുകയാണ്. അതിന് വോക്കലൈസ് ചെയ്യാൻ കഴിയുന്നത്, കല ജനങ്ങളിലോട്ട് എത്തിക്കാനും അത് ചർച്ചയാവുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്ന ഗുർണിക്കയെ പോലെ. ഗുർണിക്കയുടെ ഗുർണിക്ക എന്ന വർക്ക് കാണാൻ ഒരുപാട് ജനങ്ങൾ എത്തിയപ്പോൾ യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞതുപോലെ പിക്കാസോ തിരിച്ച് കാണാൻ വന്നവരോട് പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തത്, നിങ്ങളാണെന്ന്. ഇവിടെ വരുന്ന ഓരോ മനുഷ്യരോടും ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്സിന് പറയാനുള്ളത്, നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ദംശനം നടക്കുന്നതിനെതിരെ നമ്മൾ സംസാരിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ്. ഇന്ന് ഉയർന്നു വരുന്ന സങ്കീർണമായ വർഗീയ കക്ഷികളുടെ താല്പര്യ സങ്കുചിതമായിട്ടുള്ള തലങ്ങളെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോ ആർട്ടിസ്റ്റും വ്യത്യസ്ത രീതിയിൽ എത്രമാത്രം വിഷനോടുകൂടി, അതായത് ഈ ഒരു എക്സിബിഷനിലൂടെ പാലസ്തീൻ ജനത അനുഭവിച്ച എല്ലാ രീതിയിലുള്ള സങ്കീർണമായുള്ള പ്രശ്നങ്ങളും എക്സിബിഷനിൽ നമുക്ക് കാണാൻ വേണം. ആ ഒരു ഷോ എല്ലാവരും കാണണം. ലളിതകലാ അക്കാദമി ഈ ഒരു ഷോ വലിയ രീതിയിൽ പിന്നീട് കോഴിക്കോടും എറണാകുളത്തും കാണിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അന്നേരം എല്ലാ 100 വർക്കുകളും ഒരുമിച്ച് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. കല എന്നും ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്നും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും നെഗോഷിയേറ്റ് ചെയ്യപ്പെടുകയും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നിലനിൽക്കും. മാനുഷികതയുടെ തലത്തിൽ ഒന്നിക്കണം, നമ്മൾ എല്ലാവരും
മാനവികതയുടെ തലത്തിൽ ഒന്നിക്കണം. മാനവികത ഒന്നിക്കണം. താങ്ക് യു.